ഫ്ലട്ടർ വെബ് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ നല്ലതാണ്. ഈ ഡൗട്ട് വരാൻ കാരണം ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഫ്ലട്ടറിന്റെ മെയിൻ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഫ്ലട്ടർ ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് ഫ്ലട്ടർ വെച്ച് ഉണ്ടാക്കരുത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ ഒരു ഡൗട്ട് തീർക്കാനും വെബ്സൈറ്റ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിന്റെ സൈഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ആൻഡ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് അങ്ങനെ ഒരു ക്ലയന്റ് ഉണ്ട്, അവർക്ക് ഒരു ERP സൊല്യൂഷൻ പോലത്തെ ഒരു വെബ്സൈറ്റ് വേണം ആൻഡ് അതിൽ വലിയ SEOയുടെ കാര്യമില്ല. സോ അത് എനിക്ക് ഫ്ലട്ടർ വെബ് യൂസ് ചെയ്ത് ആ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ ഫ്ലട്ടർ വെബിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് SEO ഭയങ്കര പാടാണെങ്കിൽ SEO കറക്റ്റായിട്ട് വർക്കാവില്ല. കാരണം ഇതിൽ ക്യാൻവസ് എന്ന് പറഞ്ഞാൽ റെൻഡർ എഞ്ചിനാണ് യൂസ് ചെയ്യണം. അപ്പോൾ ഗൂഗിളിന് ഓരോ സ്ക്രീൻസിലും പോയി കണ്ടൻസ് സെലക്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എന്തോ ഇഷ്യൂ ഉള്ളതുകൊണ്ട് SEO ഫ്രണ്ട്ലി അല്ലായിരിക്കും ഈ വെബ്സൈറ്റ്. അതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ വന്നത്. പിന്നെ ബാക്കിയുള്ള ഇതിലൊക്കെ പോലെ തന്നെ ആപ്പ് സൈസ് ആൻഡ് നേറ്റീവ് സപ്പോർട്ട് കുറവായിരിക്കും, അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ്. ആൻഡ് എൻ്റെ ഈ ഒരു പ്രൊജക്റ്റ് വെച്ച് നോക്കുമ്പോൾ, ഈ ക്ലയൻറ്റിൻ്റെ പ്രൊജക്റ്റ് വെച്ച് നോക്കുമ്പോൾ അവർക്ക് SEO ചെയ്യാനില്ല, ജസ്റ്റ് പെർഫോമൻസ് ഒന്നും ഇഷ്യൂ ഇല്ല. ലൈക്ക് അത് ലോക്കലായിരിക്കും വർക്ക് ഉണ്ടാവുക, ജസ്റ്റ് ഒരു ഡാഷ്ബോർഡ് പോലത്തെ സംഭവം മതി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആയിട്ട് തോന്നി. അപ്പോൾ ഫ്ലട്ടറിൽ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഫസ്റ്റ് ഞാൻ ഇതിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എല്ലാത്തിലും ഉള്ള പോലെ തന്നെ ഡിസൈൻസ് ഫുൾ റെസ്പോൺസീവ് ആക്കാം. സോ ഡിസൈൻസ് റെസ്പോൺസീവ് ആക്കാൻ ഫ്ലട്ടറിൽ നമുക്ക് 2-3 വഴികളുണ്ട്. ആദ്യമുള്ളത് ലേഔട്ട് ബിൽഡർ ആണ്. പിന്നെ ഉള്ളത് നമുക്ക് കണ്ടീഷൻസ് ആൻഡ് മീഡിയ കോർ യൂസ് ചെയ്ത് ഓരോ സ്ക്രീൻ സൈസ് എത്തുമ്പോൾ നമുക്കത് അനുസരിച്ച് റെസ്പോൺസീവ് ആക്കാം. സോ ഫസ്റ്റത്തെ ഈ ലേഔട്ട് ബിൽഡറിന്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ സ്മോൾ സ്ക്രീൻ, ലാർജ് സ്ക്രീൻ, മീഡിയം സ്ക്രീൻ, ഈ 3 ടൈപ്പ് സ്ക്രീനാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ 3ഉം സെപ്പറേറ്റ് ആയിട്ട് മാനേജ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ കുറേ കോഡ് ചെയ്തേണ്ടി വരും, കുറേ റിഡൻഡൻ്റ് ആയിട്ടുള്ള കുറേ കോഡ് വരും. സോ അതൊക്കെ നോക്കിയപ്പോൾ അതൊരു ഫീസബിൾ ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഉള്ളത് ഈ കണ്ടീഷൻസ് ആൻഡ് മീഡിയ കോർ യൂസ് ചെയ്ത് റെസ്പോൺസീവ് ആക്കാന്നുള്ളത്. അത് വാസ് എ ഗുഡ് ഐഡിയ. ബട്ട് അതും ഇതേപോലെ തന്നെ എനിക്ക് ഇപ്പോൾ കുറേ കണ്ടീഷൻസ്, അങ്ങനെ ഒരു നെസ്റ്റഡ് കണ്ടീഷൻസ് പോലെയൊക്കെ സംഭവങ്ങൾ വന്നുകൊണ്ട് അതും ഒരു ഫീസബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് തോന്നി. അപ്പം ഞാൻ പിന്നെ ഈ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഈ ഫംഗ്ഷൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ഡാറ്റ ടൈപ്പ് വേണേലും എടുക്കും. അതിപ്പോൾ ഇൻ്റ് ആവട്ടെ, ഫ്ലോട്ട് ആവട്ടെ, ബൂൾ ആവട്ടെ, ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കും. ആൻഡ് ഇത് റിട്ടേൺ ചെയ്യണത് സ്ക്രീനിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് ഈ ഫംഗ്ഷൻ ആ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. സോ ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ സ്മോൾ സ്ക്രീനിൽ മാത്രം എനിക്കൊരു മെനു ബട്ടൺ കണ്ടാൽ മതിയെങ്കിൽ എനിക്ക് ഇതിൽ ഈ പാരാമീറ്റർ ആയിട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് സ്മോൾ സ്ക്രീനിൽ മാത്രം ട്രൂ കൊടുക്കുക, ബാക്കിയുള്ള അടുത്തൊക്കെ ഫോൾസ് കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ അതേപോലെ വരും, ഇത് അതേപോലെ റെസ്പോൺസീവ് ആവും. ഈ ഫംഗ്ഷൻ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങളും ഇതേപോലെ വെബ്സൈറ്റ് ഫ്ലട്ടർ വെച്ച് യൂസ് ചെയ്യണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു നല്ലൊരു സൊല്യൂഷൻ ആയിട്ട് തോന്നി. നിങ്ങൾക്കും ഇതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ള വല്ല സൊല്യൂഷൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് കമൻറ്റിൽ ഷെയർ ചെയ്യുക. ഈ പ്രൊജക്റ്റ് ഞാൻ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഫ്ലട്ടർ വെബ് ആക്ച്വലി വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ, എന്തൊക്കെ ലിമിറ്റേഷനാണ് ഇപ്പോൾ റിയൽ വേൾഡിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ലൈക്ക് ഡെവലപ്പിംഗ് ടൈമിൽ ഇപ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റ്, CSS അങ്ങനത്തെ ബേസിക് ഇത് വെച്ച് നമ്മൾ ഈ ഒരു ഫ്ലട്ടറും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ, പിന്നെ ഇത് വെച്ചൊരു ഫുൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് എടുത്തത്. ആൻഡ് ഫോർ നൗ ഇറ്റ്സ് ഈസി. ലൈക്ക് ഇപ്പോൾ ബാക്കിയുള്ള പോലെ തന്നെ ഇതിൽ മെറ്റീരിയൽ UI ആണ് വന്നത്. സോ നമ്മുടെ ട്രഡീഷണൽ വെബ്സൈറ്റിലൊക്കെ ഉള്ള പോലത്തെ UI അല്ല ഇതിലെടുത്ത്. അതേപോലെ ആക്കാൻ പറ്റും, ബട്ട് നമുക്കിപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റ് തീർക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ കുറേ വിഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ഇൻബിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ ഒരു ട്രഡീഷണൽ ലുക്ക് അല്ല ഉള്ളത്. അത് കുഴപ്പമില്ല. ഡാഷ്ബോർഡ് പോലത്തെ ഒരു UI ആയതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. ഇതിലിപ്പോൾ ലോഗിൻ സ്ക്രീൻ, സൈനപ്പ് സ്ക്രീൻ ആൻഡ് ഹോം സ്ക്രീൻ ആണ് ഇപ്പോൾ ഈ ഫ്ലട്ടർ ആപ്പിൽ ഉണ്ടാക്കിയേക്കണത്. സോ അത്രയും ഉണ്ടാക്കിയതിൽ ഇതുവരെ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. ആകെ ഈ ലേഔട്ടിൻ്റെ ഇതിൻ്റെ റെസ്പോൺസീവ് ആക്കണതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായുള്ളൂ. അത് ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ വെച്ച് ഓൾമോസ്റ്റ് എല്ലാം പെട്ടെന്ന് കഴിയണുണ്ട്. ഇനി എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഇതിൽ ഫേസ് ചെയ്യാൻ പോകണമെന്നും വലിയ ഐഡിയ ഇല്ല. അപ്പോൾ സ്റ്റേ ട്യൂൺ, സബ്സ്ക്രൈബ്. ഈ പ്രൊജക്റ്റ് കഴിയുമ്പോൾ ഈ ഫ്ലട്ടർ വെബ് എങ്ങനെ ഉണ്ടായി, ഇത് ഒരു ഫീസബിൾ ഓപ്ഷൻ ആണോ, ഒരു പേഴ്സണൽ വെബ്സൈറ്റ് ഓർ എനി ലൈക്ക് e-commerce വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കി ഫീസബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ആണോ ഇത് എന്നൊക്കെ ആണോ എന്നെല്ലാം അറിയാൻ പറ്റും ഈ ഒരു പ്രൊജക്റ്റ് കഴിയുമ്പോഴേക്കും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ആൻഡ് അതിപ്പോൾ ഈ പ്രൊജക്റ്റ് ചെയ്യാനിപ്പോൾ 3 മാസത്തോളം ഉണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ I will let you know. And thank you for watching.